ജാതിയും മതവും നോക്കിയാണ് കോൺഗ്രസ് തലപ്പത്തെ അഴിച്ചുപണി ജാതി സമുദായ പരിഗണന മാനദണ്ഡമാക്കിയാണ് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് നേതൃത്വം. സുധാകരന് പകരം സണ്ണി ജോസഫിന് നറുക്ക് വീണതും ഹസന് പദവി നഷ്ടമായതും ഈ സാഹചര്യത്തിലാണ്. കേരളത്തിലെ എല്ലാ സോഷ്യൽ ഗ്രൂപ്പിന്റെയും പിന്തുണ നേടാൻ ആകണമെന്ന് മുതിർന്ന നേതാവ് AK ആന്റണി തന്നെ പറയുകയാണ്. സുധാകരന് പകരം സണ്ണി ജോസഫ്, ഹസന് പകരം അടൂർ പ്രകാശ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ കൊടിക്കുന്നിൽ സുരേഷ്, TN പ്രതാപൻ, T സിദ്ദിഖ് എന്നിവർ മാറിയപ്പോൾ അവിടെ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നീ 3 പേർ വന്നത് കാര്യങ്ങൾ വ്യക്തമാണ്. സമുദായ സമവാക്യം ഉറപ്പിക്കാനായിരുന്നു നേതൃത്വം പൊളിച്ചെഴുതിയത് എന്നുള്ളത് വ്യക്തമാവുകയാണ്. മുതിർന്ന നേതാവ് AK ആന്റണി തന്നെ ഇത് സമ്മതിക്കുന്നുണ്ട്. ഒരു സമുദായത്തിന്റെ പേരിൽ സമ്മർദ്ദം ചെലുത്തിയ ആന്റോ ആന്റണി അവസാന നിമിഷം തെറിക്കുകയായിരുന്നു. പക്ഷെ അതിന്റെ ഗുണം സണ്ണി ജോസഫിന് ലഭിച്ചു എന്നുള്ളതും വാസ്തവമാണ്. K സുധാകരനെ മാറ്റാൻ ഹൈക്കമാൻഡ് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. പകരക്കാരൻ ആര് എന്നതിൽ തട്ടിയാണ് പ്രഖ്യാപനം വൈകിട്ടുണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടി വിടവാങ്ങിയതോടെ കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രിസ്ത്യൻ നേതാവില്ല എന്നത് പാർട്ടി നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് ക്രിസ്ത്യൻ തന്നെ വേണമെന്നുള്ള ഒരു നിർബന്ധം പരിഗണനയിലാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആന്റോ ആന്റണി MP കൂടി പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും റോമൻ കത്തോലിക് സഭാംഗം എന്നതും സ്ഥാനമൊഴിയുന്ന K സുധാകരന്റെ പിന്തുണയും സണ്ണി ജോസഫിന് മുൻതൂക്കമാവുകയായിരുന്നു. ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള K സുധാകരനെ മാറ്റിയപ്പോൾ ആ വിഭാഗത്തിനുള്ള പരിഗണനയാണ് അടൂർ പ്രകാശിന്റെ UDF കൺവീനർ സ്ഥാനം തന്നെ. SNDP അടക്കം സ്വാധീനമുള്ള കോൺഗ്രസിലെ ഈഴവ പ്രമാണിയാണ് അടൂർ പ്രകാശ്. ആ ബലത്തിലാണ് ഇടതുശക്തി കേന്ദ്രമായ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 2 തവണ ലോക്സഭയിലേക്ക് ജയിച്ചിട്ടുണ്ടായിരുന്നത്. KPCC അധ്യക്ഷനായി തന്നെ പരിഗണിക്കപ്പെട്ട അടൂർ പ്രകാശ് അവിടെ ക്രിസ്ത്യൻ വേണമെന്നുള്ള നിർബന്ധത്തിലാണ് UDF നേതൃത്വത്തിലേക്ക് മാറേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. MM ഹസനെ UDF കൺവീനർ സ്ഥാനത്തേക്കുള്ള മാറ്റം പ്രതീക്ഷിച്ചത് തന്നെയാണ്. എന്നാൽ രാഹുൽ ബ്രിഗേഡിൽപ്പെട്ട വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദിഖിന്റെ മാറ്റം ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. ഇരുവരും മാറി മുസ്ലിം പ്രാതിനിധ്യവുമായി പകരം വന്നത് വർക്കിംഗ് പ്രസിഡന്റായി ഷാഫി പറമ്പിലാണ്. മുസ്ലിം സമുദായത്തിലും പുറത്തും കൂടുതൽ സ്വീകാര്യതയുള്ള ആളാണ് ഷാഫി. യുവ നേതാവ് എന്നതുകൂടി പരിഗണിക്കുമ്പോൾ ഷാഫിയുടെ വരവ് മികച്ച തെരഞ്ഞെടുപ്പ് തന്നെയാണ്. PC വിഷ്ണുനാഥ് വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നത് നായർ വിഭാഗത്തിന്റെ പ്രാതിനിധ്യമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ വിഭാഗത്തിൽ നിന്നാണെന്നിരിക്കെ വിഷ്ണുനാഥ് കൂടി KPCCയുടെ നിർണായക സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്താനുള്ള നീക്കം തന്നെയാണ്. AP അനിൽകുമാർ വർക്കിംഗ് പ്രസിഡന്റ് പദവിയിൽ എത്തിയതിലൂടെ തലപ്പത്ത് ദളിത് പ്രാതിനിധ്യം ഉറപ്പിക്കുവാനും കോൺഗ്രസിന് കഴിഞ്ഞിട്ടുമുണ്ട്. KPCC അധ്യക്ഷ പദവി ഒഴിഞ്ഞ് K സുധാകരനെ പ്രവർത്തക സമിതിയിൽ സ്ഥിരം ക്ഷണിതാവാക്കിയത് ആശ്വാസ നടപടിയായിട്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരാൻ ആഗ്രഹിച്ച സുധാകരന്റെ അതിർത്തി അടക്കി നിർത്താൻ കൂടിയുള്ളതാണ് ഈ നീക്കവും. വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ്, TN പ്രതാപൻ എന്നിവരുടെ മാറ്റവും മെറിറ്റ് അടിസ്ഥാനമാക്കി തന്നെയാണ്. തൃശൂർ ലോക്സഭാ സീറ്റ് നിഷേധിച്ചതിന്റെ പരിഹാരമായാണ് TN പ്രതാപനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ദളിത് പ്രതിനിധി എന്നുള്ള നിലയിൽ സ്ഥാനം ലഭിച്ച കൊടിക്കുന്നിലും TN പ്രതാപനും KPCC നേതൃത്വത്തിൽ മികച്ച പ്രകടനം അവകാശപ്പെടാനും സാധിക്കുകയില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള പുനഃസംഘടനയിൽ സാമുദായിക സന്തുലനം കൃത്യമാക്കിയ ഹൈക്കമാൻഡ് യുവത്വത്തിന് മതിയായ പരിഗണന നൽകിയത് പാർട്ടി അണികളുടെ കൂടി വികാരം കണക്കിലെടുത്തുള്ള തീരുമാനം തന്നെയാണ്. കോൺഗ്രസ് പുനഃസംഘടനയിലെ പതിവ് മുഖ്യ പരിഗണനയാകാറുള്ള ഗ്രൂപ്പ് സമവാക്യം ഇക്കുറി പ്രധാന ഘടകമായില്ല. കാരണം ആ നിലയിലുള്ള AI ഗ്രൂപ്പ് ശക്തി ചേരി കോൺഗ്രസിൽ ഇപ്പോൾ പ്രബലവുമല്ല. പാർട്ടി പദവികൾ പക്ഷേ സമുദായ പരിഗണനയിൽ വീതം വെക്കുന്നതിനെതിരെ അണികളിലും സോഷ്യൽ മീഡിയയിലും പ്രതിഷേധം ശക്തവുമാണ്.